ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണിത്. എൻ്റെ പേര് ഷൈനി. ഞാൻ മാനന്തവാടി ലത്തീംപള്ളി ഇടവക അംഗമാണ്. ഇപ്പോൾ 12ാമത്തെ പുതുക്കലാണ്. ഇതെൻ്റെ മമ്മിയാണ്. മമ്മിയുടെ സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മമ്മിക്ക് 28 വർഷമായിട്ടൊരു തലവേദന ആയിരുന്നു. തലവേദന കാരണം ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. പക്ഷേ MRI സ്കാൻ ചെയ്തു. ചെയ്ത സമയത്താണ് അറിയുന്നത് മമ്മിക്ക് ബ്രെയിൻ ട്യൂമറാണ് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗാമാനേഫ് റേഡിയോ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഡേറ്റ് എടുത്തതിന് ശേഷം പല കാരണങ്ങളാൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷമാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. ഉടമ്പടി ജീവിതം തുടങ്ങി ഒരു 8 മാസമായി കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിലേക്ക് വന്ന സമയത്ത് തന്നെ മമ്മി ഉപ്പും തേനും ഒക്കെ കഴിക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് തൈലം പൂശി മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മമ്മീനെ കൊണ്ട് പറ്റുന്ന പോലെ ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെ കൂടുമായിരുന്നു. അങ്ങനെ 8ാം മാസത്തിൽ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച നടക്കുന്ന സമയത്ത് രോഗീ സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ എന്നെ പറഞ്ഞു, ബ്രെയിൻ ട്യൂമർ ഒരു സഹോദരിയുടെ മാറുന്നതായി ഈശോ കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മമ്മിയും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ തന്നെ ഞാൻ എൻ്റെ തലയിൽ മമ്മീൻ്റെ തലയാണെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മമ്മിയോട് വിളിച്ച് പറഞ്ഞു, മമ്മി അത് മമ്മിയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം 3 വർഷത്തോളമായി എൻ്റെ മമ്മിക്ക് ഒരു കുഴപ്പമില്ല. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച MRI സ്കാൻ ചെയ്തു. അത് ചുങ്ങിപ്പോയതായിട്ട് മാതാവ് കാണിച്ചു തന്നു. പിന്നെ അതാണ് എൻ്റെ സാക്ഷ്യം. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കൃപാസന പത്രം ഓട്ടോ സ്റ്റാൻഡിലും ജില്ലാസ്പത്രിയിലും പിന്നെ വീടുകളിലും എല്ലാ ബസ്സിലുമൊക്കെ കൊണ്ട് കൊടുക്കും. വേണ്ടാന്ന് പറയുന്നവരിടുന്ന് തിരിച്ചു വാങ്ങിയിട്ട് ഞാനത് ആവശ്യമുള്ളവർക്ക് കൊടുക്കും. പിന്നെ ഉടമ്പടിയിൽ വീണുപോയവരെ ഞാൻ അവരെ ഉടമ്പടിയിൽ നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി ജില്ലാസ്പത്രിയിൽ എല്ലാ വെള്ളിയാഴ്ചകളും രോഗികളെ ശുശ്രൂഷിക്കാൻ പോകും. രോഗികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും അതവർക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്യും. വൃദ്ധസദനത്തിൽ പോകും, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവർക്കെല്ലാം എന്നെ കൊണ്ട് കഴിയുന്നതും ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് മേടിച്ച് കൊടുക്കാറുണ്ട്. അമ്മയുടെ രോഗത്തിന് ഞങ്ങൾ ഒരു മരുന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മയുടെ തൈലവും ഉപ്പും തേനും മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ചെറുതും വലുതുമായി അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. മത്തായി 9:22 യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു, മകളെ ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. ഷൈനി ബേബി എന്ന ഈ സഹോദരി തൻ്റെ അമ്മയ്ക്കുണ്ടായ ഒരു അത്ഭുതകരമായ രോഗസൗഖ്യത്തെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ നിൽക്കുമ്പോൾ ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നതിൻ്റെ രേഖകളും അതിപ്പോൾ ഇല്ല എന്ന അവസാനത്തെ സ്കാനിങ്ങിൻ്റെ രേഖകളുമായിട്ടാണ് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി ജീവിതത്തിലേക്ക് വന്ന നാളുകളിലാണ് അമ്മയ്ക്ക് ഈ ഗാമ റേഡിയോ സർജറി എന്ന ഏറ്റവും ഗൗരവമുള്ളൊരു ഓപ്പറേഷൻ ഡോക്ടർമാർ പറയുകയും അതിനുവേണ്ടി ഡേറ്റ് എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. സഹോദരി സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം കാണുമ്പോഴൊക്കെയും അമ്മയുടെ നെറ്റിത്തടത്തിൽ തലയിൽ പൂശി കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ സഹോദരി വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ സഹോദരിയുടെ തലയിലും അമ്മയെ കണ്ടുകൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയിൽ നിലനിന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സഹോദരി പറയുന്നുണ്ട്, 8 മാസം കഴിഞ്ഞുള്ള ഒരു ദിവ്യകാരുണ്യ ആരാധന, ഉടമ്പടി ആരാധന മധ്യേ ജോസഫ് അച്ഛൻ ഒരു ട്യൂമർ സൗഖ്യപ്പെടുന്നതിനെ പറ്റി വെളിപ്പെടുത്തുന്നത്.
ഓരോ ഉടമ്പടി ധ്യാനവും നമുക്ക് ദൈവികമായ വെളിപാടുകളുടെ, ദൈവികമായ ശക്തമായ പ്രവർത്തനങ്ങളുടെ, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൊടുക്കുന്ന നിയോഗങ്ങൾ സബലീകരിക്കപ്പെടുന്നതിൻ്റെ അവസരങ്ങളാണ്. അതുകൊണ്ട് ഉടമ്പടി ധ്യാനം പ്രാർത്ഥനയോടും വിശുദ്ധിയോടും കൂടിയാണ് നാം എപ്പോഴും പങ്കുചേരേണ്ടത്. അത് അലസമായും അലക്ഷ്യമായും നാം പങ്കുചേരേണ്ടതല്ല ഉടമ്പടി ധ്യാനങ്ങൾ. ഉടമ്പടി ധ്യാനത്തിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കണമെന്ന് നാം ആഗ്രഹിക്കുകയും നമ്മുടെ നിയോഗങ്ങൾ അത് അച്ഛൻ്റെ ആ സമയത്തുള്ള പ്രാർത്ഥനകളിലൂടെ നമുക്കത് ഫലമണിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് പങ്കുചേരുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവാഹം നാം എവിടെയാണോ ആയിരിക്കുന്നിടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണുവാനാവും. അതിൻ്റെ ശക്തമായ സാക്ഷ്യമാണ് ഈ കുടുംബം അൾത്താരയിൽ പറയുക. അച്ഛൻ ട്യൂമർ മാറിയെന്ന് പ്രാർത്ഥനയുടെ ഉടമ്പടി ആരാധനയിൽ അത് സൗഖ്യപ്രാർത്ഥനയുടെ സമയത്ത് അരുളി ചെയ്യുമ്പോൾ രണ്ടുപേരും അത് കേൾക്കുന്നു, രണ്ടുപേരും അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ 3 വർഷക്കാലവും ഒരിക്കലും ഓപ്പറേഷന് വിധേയയാവാതെ അതിൻ്റെ പിന്നീടുള്ള ടെസ്റ്റുകളിൽ പൂർണ്ണമായി അത് സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യപത്രം കിട്ടിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇന്നും അവിടുന്ന് രോഗത്തിന് മേൽ സൗഖ്യപ്പെടുത്തുന്ന ശക്തിയായി, ജീവിതത്തിൻ്റെ തകർച്ചകൾക്ക് മേൽ പുനരുദ്ധരിക്കുന്ന ശക്തിയായി നമ്മോടൊപ്പമുണ്ട്. നാം എത്ര കണ്ട് അവനിൽ ആശ്രയിച്ച് വിശ്വസിക്കുന്നുവോ അവൻ്റെ ശക്തിയും സാന്നിധ്യവും അനുഭവിച്ച് അനുഗ്രഹം നേടുവാൻ നമ്മളെ അതിനെ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.